ലീഡർ ഉണ്ട്, ലീഡർ ഉണ്ട്. ലീഡർ ഞാൻ മറ്റേ കോ ലീഡറാണ്, കോ ലീഡർ, ലീഡർ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങളെ ഫസ്റ്റ് ഡ്രസ് ഷോപ്പിൽ ഒന്ന് ചുമ്മാണ്ട് അടിച്ചിട്ടു എന്ന് പറഞ്ഞു. എന്തായിരുന്നു സിറ്റുവേഷൻ? ഒന്ന് സൈലന്റ് ആയി. എന്താണ് എന്താ മീറ്റിംഗ് വിളിച്ചേന്ന്? നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാള് നിങ്ങൾ ഡ്രസ് ഷോപ്പിൽ വന്നിട്ട് ചുമ്മാ അടിച്ചിട്ടു ഫസ്റ്റ്. അപ്പൊ അത് എന്തിനായിരുന്നു? അത് നമ്മുടെ ഒരു വണ്ടി എടുത്തിട്ട് പോയപ്പോഴേ നമ്മള് എണ്ണയിൽ വന്നിട്ട് നിർത്താൻ പറഞ്ഞായിരുന്നു. അവിടെ വന്ന് നിങ്ങൾ ഫയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫിയർ വേണ്ടേ ബ്രോ? അതാ ചോദിക്കണേ, ഒന്ന് ഗണ്ണേമ് ചെയ്യാനുള്ള റീസൺ വേണ്ടേ? അതെന്തിനാ ചോദിക്കണേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടാണോ പോയി ഗണ്ണേമ് ചെയ്തേ? അതെ, നമ്മുടെ വണ്ടി എടുത്തതിന്റെ കേസിനാ പറഞ്ഞ ഞാന്. ഗണ്ണേമ് ചെയ്തോണ്ടാണോ വണ്ടി എടുത്തത്? വണ്ടി എടുത്തതുകൊണ്ടാണോ ഗണ്ണേമ് ചെയ്തത്? ഒരു മിനിറ്റ്, അത് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. എനിക്കൊരു കാര്യം ചോദിച്ചോണ്ടോ, നമ്മുടെ വണ്ടിയാണോ അവന്മാരെടുത്തേ? ഗ്യാങ് വണ്ടിയാണോ എടുത്തത്? കായലില്ലാത്തവരെയാണല്ലേ നമ്മൾ ആദ്യം പിടിച്ചിട്ട് അടിച്ചു വിട്ടത്, മറ്റേ ഡിങ് കൊടുത്തില്ലേ? നമ്മുടെ ശരിക്കും ഇതെന്താ സംഭവിച്ചേ? റേഡിയോ കണക്ട് ചെയ്തിട്ട് പിന്നെ അടിക്കാന്നൊക്കെ പറഞ്ഞിട്ടാ സംഭവം. അതാ എനിക്ക് ചോദിക്കാമല്ലോ, എന്റെ ജിക്കമാരുണ്ടോന്ന് നോക്കിട്ട്. ബ്രോ മറ്റേ ജിക്കമാരുണ്ടോ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ? വിളിക്കൂ പാള. ബ്രോ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫ്രണ്ട്ലി ആക്കാൻ നോക്കിയതാ, പക്ഷെ എങ്ങനെയായി? അല്ലല്ല, ഞാൻ ഇവിടെ റേഡിയോ അല്ല, നിങ്ങളാണ് റേഡിയോയിൽ ഇതിട്ട് പറഞ്ഞത് നമ്മൾ ആള് കയറിയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് അടിക്കാന്നുള്ള രീതിക്ക്. എന്നിട്ട് പിന്നെ ആള് സിറ്റി കയറി ഡ്രസ് ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് ഫയർ ചെയ്തിടുന്ന ആളെ. അവൻ മറ്റവൻ വണ്ടി എടുത്തോണ്ടാണെന്നാണ് പറയുന്നത്. ബ്രോ വണ്ടി എടുത്തായിരുന്നു മറ്റേ ആള് നിക്കാൻ പറഞ്ഞപ്പോ? ഇല്ല, ഗണ്ണേമ് ചെയ്തത് നിങ്ങളാണ്. ഗണ്ണേമ് ചെയ്തത് ഫസ്റ്റ്. അതെന്തിനായിട്ടാണ് ചോദിക്കുന്നത്? അതാ പറഞ്ഞു, ജസ്റ്റ് നമ്മള് ഫ്രണ്ട്ലി ആക്കാനുള്ള രീതിയിൽ നോക്കുള്ളൂ. അതാ ഞാൻ ചോദിക്കുന്നത്. ഫ്രണ്ട്ലി ആക്കാനുള്ള രീതിയിൽ ചെയ്തതാണ്, പക്ഷെ എങ്ങനെ ആയി പോയി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കി എടുത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പ്രോപ്പർ പ്രീ വാർ ആൻഡ് വാറായിട്ട് പോകുന്നില്ലേ നല്ലത്? ഇനി പ്രീവാറോ? ഇനി എന്താ പ്രീവാർ അടിക്കാനാണോ? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രീ വാർ മാറും കൂടെ അടിക്കാം. വെറുതെ ഇരിക്കുന്ന ആളിലേക്ക് ഒന്ന് അടിച്ചിട്ട് നമ്മൾ ആള് കയറിയത് പോലും ഇല്ല. ഇവര് പറയണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എടുക്കുന്ന രീതിയിൽ എടുത്തോളൂ. എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുത്തോ. പ്രീ വാർ അടിച്ചിട്ട് പിന്നെ മീറ്റിംഗ് വിളിച്ച് വാറടിക്കാം. സംഭവം മനസ്സിലായി ബ്രോ, നമ്മുടെ പകൽ സ്പ്ലിറ്റ് ആയിരുന്നു. നമ്മൾ കുറെ പേര് ഗ്യാങ് ഹൗസ്, കുറെ പേര് മുതുക്ക്, അങ്ങനെ നിൽക്കുമായിരുന്നു. നിങ്ങൾ ഇയാളെ കൊല്ലുമ്പോ സിറ്റുവേഷൻ അവിടെ വരുമ്പോൾ മാരാറിന് സംസാരിക്കാൻ പറ്റൂലായിരുന്നു. ഇത് നമ്മളപ്പോ ഇങ്ങനെ പറഞ്ഞു, നമ്മളിന്ന് ഇങ്ങനെ ഫ്രണ്ട്ലി എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ എടുക്കാന്ന് പറഞ്ഞപ്പോ പിള്ളേര് രണ്ടെണ്ണം അങ്ങനെ കണ്ടപ്പോ അവര് ഇനീഷ്യേറ്റ് ചെയ്തു. നമ്മളാരും അറിഞ്ഞില്ല, നമ്മളെല്ലാരും ഡിഡിഎമ്മിലായിരുന്നു. അതെ അതെ അതെ. ഹലോ ഹലോ, ഇപ്പൊ ശരിയായോ? ശരി. ഓക്കെ. ഞാനാ വിളിച്ച അയ്യോ ജിക്കേ. അതാ ഞാൻ ചോദിച്ചു, നമ്മള് റേഡിയോ കണക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ട് പിന്നെ അല്ല, ഞാനതിന് ശേഷം കത്തിപ്പോയിക്ക്. ഞാനിപ്പ കയറി വന്നേ, ഞാൻ ഇതിനൊന്നും ഇല്ല. അല്ല ബ്രോ, അതാ പറഞ്ഞു, നമ്മൾ മൊത്തം സ്പ്ലിറ്റ് ആയിരുന്നു. ഇപ്പൊ ആള് ഡ്രസ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് റേഡിയോയിൽ കോൾ വരുന്നത്. ബ്രോ അത് കഴിഞ്ഞാൽ നമ്മള് വന്നിങ്ങനെ പറയുമ്പത്തേല് നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ ഒരാൾ കണ്ടെയ്ൻ ചെയ്യുമ്പോ നമ്മള് എന്താ ഇഷ്യൂ എന്ന് പോലും അറിയത്തില്ല ബ്രോ. അതാണ്ടാണ് ഞാൻ പറഞ്ഞത്, ആളവിടുന്ന് എസ്കേപ്പ് ആവാനേ നോക്കുള്ളൂ. നിങ്ങളാണെങ്കിൽ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഗൺ എടുത്ത് എയിം ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ എസ്കേപ്പ് ആവാനല്ലേ നോക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള വണ്ടി എടുത്തിട്ടല്ലേ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് പ്രശ്നമോ? പിന്നെ വിത്തൗട്ട് ക്വാളിഫയർ ഒക്കെ ഇങ്ങനെ സിറ്റുവേഷനകത്ത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഓക്കെയാണോ? നമ്മൾ പ്രീ വാർ വാറായിട്ട് കണ്ടിന്യൂ നമുക്ക് അടിക്കാൻ
സിറ്റുവേഷൻ രീതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത്, അല്ലാണ്ട് വേറെ ബ്രോ അടിക്കുന്ന സൗണ്ട് എനിക്ക് കുറവാണ്. ഹലോ എന്റെയോ നമുക്ക് കുഴപ്പമില്ല ബ്രോ. ഞാൻ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ പ്രീ വാർ അടിക്കാൻ പറ്റുമോ? വാറല്ലേ അതൊക്കെ ഗ്യാങ്സിന്റെ ഇതില്ല, അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല. അത് സിറ്റുവേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് ഈ സിറ്റുവേഷൻ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പുതിയൊരു സിറ്റുവേഷൻ ആയിട്ട് എടുക്കും, അത്രേ ഉള്ളൂ. പറയാവേ. പബ്ജി കളിച്ച് ക്രൗച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അല്ലേ ബ്രോ വാറടിക്കാനേ പറ്റുള്ളൂ. ബ്രോ വാറടിക്കാനേ പറ്റില്ല. അല്ല, നിങ്ങൾ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ സിറ്റുവേഷൻ ഇവിടെ ടോക്കൺ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു സിറ്റുവേഷൻ ആയിട്ട് എടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. വിളിച്ചടിക്കുന്നുണ്ട്. ഇത് വേണ്ടാന്നാണ് പിള്ളേര് പറയുന്നത്. എന്നാണ് പറയുന്നെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കിനൊക്കെ പിന്നെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയണം. നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് കണ്ടിന്യൂ അതായത് നമുക്ക് വാറടിക്കുന്നതിലല്ല പ്രശ്നം. അതിൽ നമ്മൾ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവൻ പറഞ്ഞു ഫ്രണ്ട്ലി ആയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ആദ്യത്തെ സിറ്റുവേഷൻ അത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. ഫ്രണ്ട്ലി ആണെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ള മീറ്റിംഗ് ആണ് വിളിച്ചത്. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ രീതിയിലുള്ള ആ രീതിയിൽ മൂവ് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. ബ്രോ വാറ് അടിക്കാനാണ് താല്പര്യം എല്ലാവർക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം കൈ പൊക്കാൻ പറഞ്ഞിട്ട് പൊക്കിയില്ല. വണ്ടി എടുത്ത് പോകണ്ട. കൈ പൊക്കിയാലും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് പറഞ്ഞാ എന്നാലും നമ്മുടെ വണ്ടി തന്നെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതെനിക്കറിയത്തില്ല. പക്ഷെ അതിനകത്ത് അതില് വരുന്നത് ഇപ്പൊ വണ്ടി എടുത്താൽ പോലും അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ബ്രോ. തന്നെ ഇപ്പൊ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ആക്ടിവിറ്റി. ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ആക്ടിവേറ്റ്. അപ്പൊ നിങ്ങളിങ്ങനെ ആക്റ്റീവായി അത് നമുക്കാണ് പ്രശ്നം. അതുകൊണ്ടാണ് സംസാരിക്കാന്ന് വെച്ചേ. കുഴപ്പമില്ല, വാറായിട്ട് കണ്ടെങ്കിൽ വാറായിട്ട് തന്നെ ചെയ്യാം. അല്ല ബ്രോ, നമ്മൾ ചോദിച്ചതേ കാരണം ആരാർ എന്റെ അടുത്ത് പറഞ്ഞ നിങ്ങൾ ആള് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് റേഡിയോ കണക്ട് ഇട്ടാൽ മതി എന്നാ. അപ്പം നമ്മൾ ആള് കയറിയിട്ട് അങ്ങനെ കണക്ട് ആണെന്നും പറഞ്ഞിരുന്നേ. അപ്പോഴാണ് ജസ്റ്റ് ചെന്നിട്ട് ചുമ്മാ ഒരു തമാശ രീതിയിൽ കൈ പൊക്കാനാണ് പറഞ്ഞത്. അപ്പത്തേലും സംസാരം തമാശ രീതിയിലല്ലായിരുന്നു. അറിഞ്ഞൂടാ രീതിയിലേക്ക് സംസാരം വന്ന എന്തിനാണ് പിന്നെ ബ്രോ ഒരാളുടെ അടുത്ത് കൈ പൊക്കാൻ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ ഒരു രീതിയിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കൈ പൊക്കാരുന്നത് അപ്പൊ തന്നെ വിട്ടേരെ. അല്ലെങ്കിൽ തമാശ രീതിയിൽ തിരിച്ചു പറഞ്ഞാലും മതിയാർന്ന്. അപ്പത്തേലും നമ്മുടെ വണ്ടി എടുത്ത് ഓടാൻ നിന്നപ്പോ അവന്മാർക്ക് ബാഡായി അടിച്ചിട്ടതാ. അപ്പൊ നമ്മള് വാറ് വിളിക്കാം. എപ്പോഴാ വിളിക്കണം ബ്രോ? ഇപ്പൊ വിളിക്കും. നമ്മൾ ഇവിടുന്ന് സാധാരണ 10 മിനിറ്റാണ് പറയണ. ഗ്യാങ്സ് എത്തുമ്പോഴത്തേക്കും നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ പറയട്ടെ തന്നെ പോവും. അല്ലെങ്കിൽ ഇത് പ്രശ്നമാവും. ഇത് എത്ര മീറ്റിംഗ് വെച്ച് നടക്കേണ്ടി വരും? അടുത്ത പറയാൻ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും മീറ്റിംഗ് വെക്കേണ്ടി വരും. വീണ്ടും വാറളിക്കേണ്ടി വരും. നീണ്ടു പോകും. അപ്പോൾ വാറടിച്ചാൽ തീർന്നു.